മനസ്സിലായിരിക്കും. പിന്നെ നമ്മൾ പറയാൻ പോണ കാര്യം എന്താണെന്നറിയാം. നമ്മൾ പണ്ടുണ്ടായിരുന്നു ഇവിടെ എന്തോ ഒരു സംഭവം കെട്ടുണ്ടായിരുന്നു അല്ലേ. പറയുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു, കെട്ടുന്ന ഫോട്ടോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഇപ്പോൾ ഇതാണ്. എന്തെങ്കിലും ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുന്നുണ്ട് നമ്മളത് തന്നെ സാറാക്കുട്ടി വളർത്തി ചാടുമോ അത് ചിലപ്പോൾ. നിർത്തം മാത്രം ഒറ്റയ്ക്കായി പോയതാണ്. അവിടെ വീട്ടിലെതിരുണ്ട് ഇതാവാൻ നിൽക്കണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ അവിടെ നിന്ന് ഷെഡ് പൊളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ എന്താ പറയുക, നമ്മുടെ പ്രാവ് ഷെഡ് പൊളിച്ചിട്ടുണ്ടായിരുന്നു, വെള്ളത്തിൽ ടോട്ടലായിട്ട് നാശമായിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട് ഇവിടെ കെട്ടുന്നു. സുൽത്താൻ്റെ ഷെഡ് നമ്മൾ ബാക്കിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. തൽക്കാലം അപ്പോൾ നമ്മൾ പ്രാവുകളെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെയാണ് ഇനി പ്രാവുകൂട് ഉണ്ടാകുന്നത്. കുളം ഇവിടെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പ്രാവ്. അപ്പോൾ ഇവിടെയാണ് ആകാശമുള്ളത്. അവർക്ക് പറക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെന്ത് കെട്ടുന്നത്. അപ്പോൾ നമ്മൾ അരമതിൽ എന്ത് കെട്ടിയിട്ടുണ്ട്, ഈ സംഭവം കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇനി നമ്മൾ മെഷ് വെച്ചിട്ട് നെറ്റ് വെച്ച് കെട്ടിയതിന് ശേഷം ബാക്കി ഇതാക്കാന്ന് പറഞ്ഞിട്ടാണ്. കുറച്ചന്മാരൊക്കെ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നിട്ട് എങ്ങനെയായിരിക്കും കാറലുണ്ടാവുക, ഈ വഴിയായിരിക്കും നമ്മൾ കാറലുണ്ടാവുക. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ കൂട് എന്നൊക്കെ പറയുന്ന കൂടുകളൊക്കെ നമുക്ക് പഴയ കൂടുകൾ എടുക്കാവുന്നതാണ്. അവിടെ നല്ല മരക്കൂടുകൾ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല, മുന്നത്തെ വീഡിയോയിൽ ചെയ്ത പോലെ നല്ല മരത്തിൻ്റെ കൂടുകളുണ്ട്. മരത്തിൻ്റെ കൂടുകൾ നമുക്ക് ഉള്ളിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇതായിരിക്കും ഇനി പ്രാവുകൂട്. ഇനി നിറയെ പണിയുണ്ട്. പണി ഫുള്ള് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് നമ്മൾ പറയാം. അത്യാവശ്യം നല്ല ചിലവുണ്ട് ഇങ്ങനെ കെട്ടുകയാണെങ്കിൽ കൂടി. ഇനി ഇത് ഫുള്ള് മെഷ് വരണം, ചുറ്റും മെഷ് വരണം. ഇവർക്ക് പറന്നിറങ്ങാനുള്ള കയറാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം, മുകളിൽ ഷീറ്റ് ഇടണം. ഇങ്ങനെ 1008 പണികളുണ്ട്. അപ്പോൾ അതാ കുറച്ചന്മാരൊക്കെ മുകളിൽ ഇരിക്കുന്ന കാണാം. ബാക്കി പ്രാവുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്, കുറച്ച് പേര് പറക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, കുറേ ആഗ്രഹങ്ങളുണ്ട്. നല്ല നല്ല പുതിയ ബ്രീഡുകൾ കൊണ്ടുവരണം, അതുപോലെ തന്നെ കുറച്ച് പറവകളെ കൊണ്ടുവരണം, ഹോമറുകൾ കൊണ്ടുവരണം, ഫാൻസി ബ്രീഡുകൾ കൊണ്ടുവരണം. അങ്ങനെ ഒരുപാട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോന്നായിട്ട് പതുക്കെ തുടങ്ങാം. അപ്പോൾ ഇതാണ് പ്രാവിൻ്റെ കൂട്. ഒരു ചെറിയ സെറ്റപ്പാണ്, പക്ഷെ അത്യാവശ്യം നല്ല ചിലവുണ്ട്. നമുക്ക് ടോട്ടൽ കോസ്റ്റ് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഇവന്മാർ ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. വാതിൽ അവിടെയാണെങ്കിൽ കൂടി പ്രാവുകൾ പറന്നിറങ്ങാൻ വിടുക. പ്രാവുകൾ പറന്നിറങ്ങുന്ന ഇതിൽ കൂടി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ ഒരു സ്റ്റാൻഡ്, നമ്മൾ അവിടെ അടിച്ച പോലെ അവിടെ വലിയൊരു സ്റ്റാൻഡ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ കുളത്തിൻ്റെ ഇവിടെയും വലിയൊരു സ്റ്റാൻഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ നിലവിലിപ്പോൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇനി ആരെങ്കിലും ഇതിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് തോന്നുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, അഭിപ്രായങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കമൻസിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ പ്രാവുകൂടിൻ്റെ സെറ്റപ്പ് ഇതാണ്. ഫാം കയറി വന്നതും ഫസ്റ്റ് സുൽത്താൻ്റെ കൂടായിരുന്നു, അത് മാറിയിട്ട് ഇനിയിപ്പോൾ ഇതാവും. ഇങ്ങനെയും വന്നിട്ട് അതിൽ കൂടെ ആയിരിക്കും കയറുക. നേരെ വന്നു കഴിഞ്ഞാൽ സുൽത്താൻ്റെ കൂട്, സുൽത്താനെ കണ്ടിട്ടായിരിക്കും നമ്മൾ ബാക്കി ഭാഗത്തേക്ക് പോകും. ഫുള്ള് ഇതിന് അലമ്പായി കിടക്കണ്ട, മൊത്തത്തിൽ അലമ്പായി കിടക്കണം. അതൊക്കെ മഴയൊക്കെ ഒന്ന് ഒതുങ്ങി മൊത്തത്തിൽ ക്ലീനായാലും മാത്രമാണ് അത് മൊത്തത്തിൽ ക്ലീനായാലും മാത്രമേ മാറുള്ളൂ. ഇൻഷാ അല്ലാഹ് പ്രാവുകൂടിൻ്റെ സെറ്റപ്പ് ഇതാണ്. നമുക്ക് ഇതിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ട് ഇത് ബാക്കി കാണാം. ഓക്കെ.